നമസ്കാരം. രാഷ്ട്രീയത്തിൽ പയറ്റുന്ന ഒരു പൂഴിക്കടകൻ അടവാണ് ഇന്നത്തെ പ്രധാന ചിന്താ വിഷയം. മറ്റൊന്നുമല്ല, ഹണി ട്രാപ്പ്. മറ്റൊന്നും ഏശാതെ വരുമ്പോൾ, രാഷ്ട്രീയ പ്രതിയോഗികളെ തകർക്കാനായി മറ്റൊന്നും ഏശാതെ വരുമ്പോൾ സ്ത്രീകളെ രംഗത്തിറക്കി ഒന്നുകിൽ ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ സ്ത്രീകളുമായി അടുത്ത രംഗങ്ങൾ ചിത്രീകരിക്കുക, രഹസ്യമായി ചിത്രീകരിക്കുക, എന്നിട്ട് അതുപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെ ബ്ലാക്ക്മെയിൽ ചെയ്യുക. രാഷ്ട്രീയ നേതാക്കളെ മാത്രമല്ല, ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തലവന്മാരുൾപ്പെടെ. എന്നിട്ട് ഒന്നുകിൽ പണം ആവശ്യപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേവേഴ്സ് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്യുക മാത്രം. ഇതെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ഒരു കാര്യമാണ് എന്ന് പറയുമ്പോഴും അതെല്ലാം യുദ്ധത്തിലും പ്രേമത്തിലും, രാഷ്ട്രീയം ഒരു യുദ്ധമാണ്. ആ രാഷ്ട്രീയത്തിൽ എന്തും സാധ്യമാണ്. ഇത് തന്നെയാണ് കർണാടകത്തിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 48 MLA-മാരാണ്, അല്ലെങ്കിൽ കർണാടക നിയമസഭയിലെ 48 പേർ. അത് വലിയ നമ്പറാണ്. അവരെല്ലാം ഹണി ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് മറ്റാരുമല്ല, കർണാടക മന്ത്രിസഭയിലെ സഹകരണത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി രാജണ്ണ ആണ്, കെ എൻ രാജണ്ണ. അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരംഗം ഈ ഒരു വിഷയം, ഹണി ട്രാപ്പ് എന്ന വിഷയം ഉയർത്തി. അതും ഭരണപക്ഷത്തെ ഒരംഗമാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്. അപ്പം നമുക്ക് പ്രഥമ ദൃഷ്ടിയ വിചാരിക്കാം, ആ മന്ത്രി ഒരു സാമാന്യ തത്വം പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തിനെതിരെയും തൻ്റെ സഹപ്രവർത്തകരായ 47 പേർക്കെതിരെയും ഇങ്ങനെയൊരു നീക്കം നടക്കുന്നു, അത് ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ, ഓക്കെ, ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അൺഹോളി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉള്ള ഒരു തുറന്നു പറച്ചിൽ, അതുമല്ല വിഷയം. ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, കർണാടകത്തിലെ കോൺഗ്രസ് ഭരണം, അത് കോൺഗ്രസിൻ്റെ പച്ചപ്പുള്ള ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കർണാടകയാണ്. കോൺഗ്രസ് അധികാരത്തിലുള്ളത് ഹിമാചൽ പ്രദേശിലും കർണാടകത്തിലും അപൂർവം ചിലകളിൽ മാത്രമല്ലേ. അപ്പം അങ്ങനെ കർണാടകത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ 2 പേരാണ്. അത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും. ഒരുപക്ഷെ ഡി കെ ശിവകുമാറാണ് ഒരുപക്ഷെ ഏറ്റവും ഗ്ലാമറുള്ള കർണാടക കോൺഗ്രസ് നേതാവ്. ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെ പോലും പണം സമാഹരിച്ചുകൊണ്ടും ഒക്കെ താങ്ങി നിർത്തുന്ന ഒരു വലിയ തന്ത്രശാലിയായ ആളാണ് ഡി കെ ശിവകുമാർ. അത് മാത്രമല്ല, തെക്കൻ കർണാടകയിൽ ജനതാദളിൻ്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ട്, ദേവഗൗഡയുടെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും ഒക്കെ അപ്രമാദിത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു വൊക്കലിക മുഖമായി വരികയാണ്. കർണാടകത്തെ രാഷ്ട്രീയം മനസ്സിലാക്കണമെങ്കിൽ 2 പ്രധാനപ്പെട്ട സമുദായങ്ങൾ, ലിംഗായത്തുകളും വൊക്കലിഗരും. അപ്പം ലിംഗായത്തുകളുടെ ഒരു വലിയ പിന്തുണയിലാണ് BJP ഏറെക്കാലം ഭരിച്ചത്. യെദ്യൂരപ്പയൊക്കെ ആ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. പക്ഷേ വൊക്കലിഗ വിഭാഗം അവർ ജനതാദളിൻ്റെ കൂടിയായിരുന്നു പൊതുവേ. പല പാർട്ടികളിലായി ചിതറി നിൽക്കുകയാണ്. പക്ഷേ വൊക്കലിഗരുടെ ഇടയ്ക്ക് നിന്ന് ഉയർന്നു വന്ന ഒരു വലിയ നേതാവാണ്. വൊക്കലിഗ രാഷ്ട്രീയമല്ല അദ്ദേഹം പറ്റുന്നതെങ്കിൽ പോലും കോൺഗ്രസ് രാഷ്ട്രീയമാണ്. എങ്കിലും ഡി കെ ശിവകുമാറിനെ തുച്ഛീകരിച്ച് കാണാൻ നമുക്കാവില്ല. മാത്രമല്ല, ഡി കെ ശിവകുമാറും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തമ്മിൽ ഒരു കരാറുണ്ട് എന്നാണ് പൊതുവേ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ കർണാടകത്തിൽ കോൺഗ്രസ് പിടിച്ചെടുത്തപ്പോൾ ആരാവണം മുഖ്യമന്ത്രി എന്നതിൽ ആശയക്കുഴപ്പമുണ്ടായപ്പോൾ ഹൈക്കമാൻഡ് ഒരു വെടിനിർത്തൽ കൊണ്ടുവരികയും തൽക്കാലം സിദ്ധരാമയ്യ ആകട്ടെ അതിനുശേഷം ഒരു പക്ഷേ വീണ്ടും വിതിൻ കോട്ട്സ് ഒരു പക്ഷേ ഡി കെ ശിവകുമാറിന് അവസാനഘട്ടം 2 വർഷമെങ്കിലും ടേം കൊടുക്കും എന്ന ഒരു ചിന്തയുണ്ടായി ഇതിന് പുറത്ത്. പക്ഷേ 2 കൂട്ടരും അതേക്കുറിച്ച് തെളിച്ചൊന്നും പറയുന്നില്ല. എന്നിരുന്നാലും കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി മുഖം എന്ന് പറഞ്ഞാൽ നിസ്സംശയം പറയാം, അത് ഡി കെ ശിവകുമാറിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ഏറെയുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ. പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രി. പിന്നാക്ക വിഭാഗക്കാരനായ ഒരാൾ തന്നെയാണ് ജി പരമേശ്വര. അദ്ദേഹം ആഭ്യന്തര മന്ത്രിയാണ്, മുൻ PCC പ്രസിഡൻ്റാണ്. അദ്ദേഹവും ഈ പറയുന്ന മന്ത്രി കെ എൻ രാജണ്ണയും എല്ലാം ഒരു പരിധിവരെ സിദ്ധരാമയ്യയുടെ ഒരു നേതൃത്വത്തെ ഇപ്പോൾ അംഗീകരിക്കുന്നു. ഒരുപക്ഷെ പരമേശ്വരയ്ക്ക് അടുത്ത മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹമുണ്ട്. പരമേശ്വരയെയും പിന്നോട്ട് അടിക്കുന്നത് അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഒരു സ്വർണ്ണാപഹരണ കേസുമായി ബന്ധപ്പെട്ട ഒരു നടിയുമായി ഒരു ബന്ധവും, ആ നടിക്ക് പരമേശ്വരയുടെ ഒരു സുഹൃത്തു കൂടിയായ ഒരു പോലീസ് ഓഫീസർ, ആ പോലീസ് ഓഫീസറുടെ വളർത്തുമകളാണ് ആ നടി. രണ്ടാനച്ഛൻ
പരമേശ്വരയുമായി അടുത്ത ബന്ധമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവിയും അടയുന്നു എന്നൊരു ചിന്തയുണ്ട്. ആ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സെക്സ് ഗേറ്റ് സ്കാൻഡൽ അവിടെ വരുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഡി കെ ശിവകുമാറിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു ഒളിയമ്പാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, മന്ത്രിസഭയ്ക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു ഒളിയമ്പാണ് എന്നത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് പൂർവാശ്രമത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. 2021 വർഷം കോവിഡൊക്കെ കഴിഞ്ഞ് കർണാടക രാഷ്ട്രീയം ഒന്ന് പച്ച പിടിച്ചു വരുമ്പോൾ ആ സമയത്താണ് ജാർക്കിഹോളി സഹോദരന്മാർ, അതിലെ സതീഷ് ജാർക്കിഹോളി, ഇപ്പോൾ സതീഷ് ജാർക്കിഹോളി BJPയിലും രമേശ് ജാർക്കിഹോളി കോൺഗ്രസിലുമായി നിൽക്കുന്നു. ആ സമയത്ത് ജാർക്കിഹോളിയെ അപകടപ്പെടുത്താൻ ഒരു സെക്സ് സ്കാൻഡലുമായി അന്ന് അതിന് ചുക്കാൻ പിടിച്ച് നിന്നത് ഡി കെ ശിവകുമാറാണ് എന്നാണ് വിശ്വാസം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജാർക്കിഹോളി ഇപ്പോൾ മന്ത്രിസഭയിലെ ഒരു അംഗവുമാണ്. അപ്പോൾ അദ്ദേഹവും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്കാൻഡൽ എല്ലാം തുറന്നു വിടുന്നതിൻ്റെ പിന്നിൽ ഡി കെ ശിവകുമാറിൻ്റെ കുശാഗ്ര ബുദ്ധിയുണ്ട്. കുറേ നേതാക്കളെ, ഇത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, BJP നേതാക്കളും ജനതാദളിൻ്റെ നേതാക്കളും എല്ലാം തന്നെ ഈ ഹണി ട്രാപ്പിൽ ഇടപെട്ടിരിക്കുകയാണ്. അപ്പം ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് അനന്തമായ സാധ്യതയുള്ള ഒരു കലയാണ് എന്ന് ഡി കെ ശിവകുമാറിന് നന്നായി അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം അത് നിരന്തരമായി ഉപയോഗിക്കുന്നു. അങ്ങനെ ഡി കെ ശിവകുമാറിൻ്റെ പൊളിറ്റിക്കൽ ഇമേജ് മോശപ്പെടുത്താൻ വേണ്ടി ബുദ്ധിപൂർവ്വം ബോധപൂർവമായി നടത്തിയ ഒരു ശ്രമമായി ഈ ഒരു എപ്പിസോഡിനെ ഇപ്പോൾ വൈകി കാണുന്നു. ആദ്യം ഇത് വെളിയിൽ വന്നപ്പോൾ അത്രയും നൂലാമാലകൾ ആരും തിരിച്ചറിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഡി കെ ശിവകുമാറിനെതിരെ അതിശക്തമായ പടയൊരുക്കം കർണാടകത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട്. കോൺഗ്രസ് പാർട്ടി പരസ്യമായി ഈ വിഷയം സംസാരിക്കുന്നില്ല എങ്കിൽ പോലും ഉദ്ദേശം എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെ കർണാടക രാഷ്ട്രീയം പോകുന്നു. മന്ത്രിസഭയ്ക്ക് തൽക്കാലം ഭീഷണിയൊന്നും ഉണ്ടാവില്ല. പ്രതിപക്ഷം ഭരണപക്ഷത്തെ മറിച്ചിടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ കർണാടക എന്ന് പറയുന്നത് വോളറ്റൈൽ സ്റ്റേറ്റാണ്. എത്ര പ്രാവശ്യമാണ് കർണാടകയിൽ മന്ത്രിസഭ മറിച്ചിടുകയും പുതിയ മന്ത്രിസഭ അധികാരത്തിൽ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്ത രാഷ്ട്രീയ നാടകങ്ങൾക്ക് പേരുകേട്ട ഒരു ഇടം കൂടിയാണ് കർണാടക സംസ്ഥാനം. അതുകൊണ്ട് ഈ ഒരു 48 MLA-മാർക്കെതിരെ, സാമാജികർക്കെതിരെ, നേതാക്കൾക്കെതിരെ വന്ന ഈ ലൈംഗിക അപവാദത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ ആരുടെ മുഖമാണ് വികൃതമാകുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.